കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ ദേവമംഗലത്തുള്ളവരെല്ലാം കയ്യിലെടുക്കാനായിട്ട്, ദേവമംഗലത്തെ എല്ലാവരെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗോമതിനെയും ബാലനെയും കയ്യിലെടുക്കാനായിട്ട് മീനാക്ഷി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ആകാശും മീനാക്ഷിയും തമ്മിലുള്ള കുറച്ച് നല്ല നല്ല രംഗങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടത് ബാലൻ വൈകുന്നേരം വന്ന് ഇപ്പൊ സ്വാഭാവികമായിട്ട് എന്നത്തെയും പോലെ തന്നെ വന്ന് ഗോമതിയോട് ഫുഡ് എടുത്ത് വെക്കാൻ പറയണം. അങ്ങനെ ഫുഡ് എടുത്ത് വെച്ച് ബാലനാണ് കഴിക്കാൻ തുടങ്ങിയിട്ട് ബാലിന് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു സങ്കടമായിപ്പോയി. ബാലൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഇത് കണ്ടപ്പം എല്ലാവരുടെയും മുഖം വാടി. കാരണം ആ സമയത്ത് ബാലന്റെ ഉള്ളിലേക്കുള്ള ആര്യന്റെ മുഖമായിരുന്നു. താൻ അവനെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടു, അവ ഫുഡ് കഴിച്ചു. അങ്ങനെ ഒരു ചിന്തയൊക്കെയായിട്ട് ബാലൻ നേരം മുറിയിൽ പോയിരിക്കുകയാണ്. ഈ സമയം കഴിക്കാൻ മുമ്പിലിരുന്ന ധർമ്മനും ആനന്ദനും അവരുടെ വിശപ്പോടെ കെട്ടുപോയി. ആകെപ്പാടെ ഒരു ശോകമൂകമായി പോയി വീട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ബാലൻ പോയപ്പോൾ ആ പുറകെ ഗോമതി ചെല്ലുവാണ്. ഗോമതി എന്നിട്ട് എന്താ ബാലേട്ടാ, എന്താ കഴിക്കണമെന്ന് പറഞ്ഞ് കഴിക്കാതിരുന്നേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, നീ പോയി കഴിച്ചോളാൻ പറയണം. ബാലേട്ടൻ കഴിക്കാൻ ഞാൻ കഴിക്കുമെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? ബാലേട്ടൻ വാ, കുറച്ച് കഴിച്ചിട്ട് കിടക്കാൻ പറയണം. എനിക്കിറങ്ങില്ല ഗോമതി, എനിക്കറിയാം ബാലേട്ടൻ്റെ മനസ്സ്. ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ബാലേട്ടൻ്റെ ഉള്ളിൽ എനിക്കറിയാൻ പറ്റും. ഇപ്പോഴാ മനസ്സ് നിറയെ ആര്യനാന്ന് എനിക്കറിയാം. അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൻ സങ്കടമല്ലേ. ഒരു കാര്യം ചെയ്യുക, അവനെ തിരിച്ചു വിളിക്ക് ബാലേട്ടാ. അതൊരിക്കലും നടക്കില്ല ബാലേട്ടാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നാളെ ആകുമ്പോഴത്തേനും ബാലേട്ടൻ്റെ ഒരു പക്ഷേങ്കിലും ബാലേട്ടൻ്റെ സങ്കടമൊക്കെ മാറും. അന്നെങ്കിൽ അപ്പം വിളിച്ചാലും മതി. ഇനിയിപ്പോൾ അതോർത്ത് ബാലേട്ടൻ ടെൻഷൻ അടിക്കണ്ട. വാ, ഫുഡ് കഴിച്ചിട്ട് കിടക്കുക. വെറുതെ എന്തിനാ ആരോഗ്യം നശിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലോ എന്ന് പറയണം. പക്ഷേങ്കിൽ ബാലൻ പോയി കഴിക്കാനായിട്ട് കൂട്ടാക്കില്ല. പിന്നീട് പറഞ്ഞു, അവരോടൊക്കെ കഴിച്ചോളാൻ പറ, എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറയണം. ഈ സമയം ഗോമതി ആകപ്പെട്ട ടെൻഷൻ. എന്നാൽ ബാലേട്ടന് വേണമെങ്കിൽ എനിക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഗോമതി അവിടെ ഇരിക്കുകയാണ്. ഈ സമയം ആകാശും മീനാക്ഷിയും ധർമ്മസങ്കടത്തിലായി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലവസ്ഥ ഒരവസ്ഥ. ഈ സമയം ആനന്ദ് പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കണ്ട, അതെ വന്ന് കഴിക്കാൻ പറയാണ്. മീനാക്ഷിനെ വിളിച്ചിരുത്തുവാണ്. വന്ന് കഴിക്കുക. ഇനിയിപ്പോൾ അച്ഛനും അമ്മയും കഴിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. ഇനി കഴിക്കാതിരുന്നിട്ടും കാര്യമില്ല, എത്ര ദിവസം കഴിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകും. മീനാക്ഷി ആകാശം കഴിക്കായിരുന്നു. പക്ഷെ ആകാശമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ധർമ്മം പറഞ്ഞു, എങ്കിലും ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു ആകാശെ. ആകെപ്പാടെ പെട്ടുപോയ അവസ്ഥയിലായല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ ആര്യന്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേ. പാവം, അവനിപ്പോൾ എന്ത് ചെയ്യാം? ഫുഡ് കഴിച്ചോന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥ. ഈ സമയം ആനന്ദ് പറഞ്ഞു, ആര്യന്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. അവനെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമുള്ളൂ. രാമേട്ടൻ്റെ അടുത്ത് അവൻ സേഫ് ആയിരിക്കും. അവനൊരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ആകെപ്പാട് ടെൻഷൻ. ആകാശിനും മീനാക്ഷിക്ക് എവിടെ കിടക്കണമെന്ന് പോലും അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് ഗോമതി എങ്ങോട്ട് വന്നു. ഗോമതി ആകാശിനെ വിളിച്ചു. എന്താ കാര്യം ചോദിക്കണം? ഇങ്ങോട്ട് വരാൻ പറയാം, എനിക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയാം. അങ്ങനെ വിളിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നിന്റെ മൂത്താന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ആനന്ദിന്റെ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യാം, അനുസരിയുടെ അടുത്തേക്ക് മീനാക്ഷിനെ പറഞ്ഞു വിട്. അവൾ അവിടെ കിടന്നോളൂ എന്ന് പറയാം. നീ സാധാരണ ഗതിയിൽ എവിടെയാണ് കിടക്കുന്നത് അവിടെ പോയി കിടന്നോളാൻ പറയാം. ആകാശം ആകെപ്പാടെ പെട്ടു. ഇന്ന് കല്യാണം കഴിച്ചിട്ടുള്ള ആദ്യ രാത്രിയാണ്. അങ്ങനെ അതാണ് ആ സമയത്താണ് അമ്മ ഇങ്ങനെ ഒന്ന് പറയണേ. എന്താടാ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കുക. അല്ല അതെ അമ്മേ, പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് പോവാണ്. ആകാശിന് ഇതെങ്ങനെ ചെയ്ത് മീനാക്ഷിയോട് പറയണം നടത്തില്ല. പിന്നീട് മീനാക്ഷി അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അല്ല അമ്മ വന്നൊരു കാര്യം പറഞ്ഞു. പിന്നീട് ഗോമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് ഞാൻ മീനാക്ഷിയോട്, അതിന് കുഴപ്പമില്ല, ഞാൻ അനുസരിയുടെ ഒപ്പം പോയി കിടന്നോളാന്ന് പറയാം. അങ്ങനെ മീനാക്ഷി നേരെ അനുസരിയുടെ മുറിയിലേക്ക് പോവാണ്. ഈ സമയം ആകാശിന് വല്ലാത്ത ടെൻഷൻ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഒരു വശത്ത് ആര്യനെ കുറിച്ചുള്ള ചിന്ത, മറുവശത്ത് മീനാക്ഷി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ടതാണ്. അങ്ങനെ പോയി കിടന്നിട്ട് ഒരു സമാധാനം ഉണ്ടാകുന്നില്ല. ഈ സമയം ധർമ്മന്റെ വക കളിയാക്കലുണ്ടായിരുന്നു. ധർമ്മം പറഞ്ഞു, ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ച് കെട്ടിപ്പിടിക്കേണ്ട സമയത്ത് ഇതേ ഒരുത്തം വന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലെന്ന് പറയാണ്. ഇതേ മാമ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ, മനുഷ്യ ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ആ സമയത്താന്ന് പറയാണ്. പിന്നെ ഞങ്ങൾ എന്തേലും ചെയ്തിട്ടാണോ? നീ അവളെ വിളിച്ചോണ്ട് വന്നിട്ടില്ലേ? എടാ ഇതൊക്കെ നിന്റെ അച്ഛനോട് നിനക്ക് തുറന്നു പറയാൻ മേലായിരുന്നോ? അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമായിരുന്നു. പിന്നെ തുറന്നു പറഞ്ഞിട്ട് എന്താ? അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾ വേറെ കുട്ടിയാടി ജീവിക്കുകയും ചെയ്യും. ഇപ്പൊ ആനന്ദേട്ടൻ്റെ കാര്യം തന്നെ അറിയാലോ. ഇത് പറഞ്ഞ് ആനന്ദന്റെ മുഖമൊന്നും വല്ലാത്ത സങ്കടത്തിലായി. അല്ല ആനന്ദേട്ടനെ വിഷമിപ്പിക്കാൻ ഞാൻ വേണ്ടി പറഞ്ഞതല്ല. അച്ഛൻ്റെ സ്വഭാവം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. അച്ഛൻ ആലോചിക്കുന്ന പെണ്ണെ മാത്രം അച്ഛൻ കിട്ടാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ നോക്കണം ഒരു കാരണവശാലും എനിക്ക് മീനാക്ഷിനെ കിട്ടാൻ പോകുന്നില്ല. പിന്നെ ആര്യനുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ അവളുടെ കഴുത്ത് താലി അടത്താൻ പറ്റിയത്. സാരമില്ല, ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നോളാം. അവളുടെ കഴുത്ത് ഞാൻ താലി കിട്ടിയില്ലോ. ആശ്വാസത്തോടെ ആകാശം കിടക്കുക. ഈ സമയത്ത് അനുശ്രീയുടെ മുറിയിൽ അനുശ്രീയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മീനാക്ഷി ഇരിക്കുക. മീനാക്ഷിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആകാശ് എന്ത് ചെയ്യുക, പതുക്കെ കിടക്കേന്ന് എഴുന്നേറ്റു.
എഴുന്നേറ്റ് നേരെ അനുശ്രീയുടെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് ഈ സമയം അനുശ്രീ കടന്നുറങ്ങിയായിരുന്നു. മീനാക്ഷി ഉറങ്ങാതെ ഇരിക്കുക. മീനാക്ഷിക്ക് ഉറക്കം വരുന്നില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്, അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്, ഇനി ഒരു പക്ഷെ ഒരിക്കലും തൻ്റെ അടുത്തേക്ക് അവർ വരത്തില്ലേ, തന്നോടുള്ള ദേഷ്യം മാറില്ലേ, അങ്ങനെ 100 ചിന്തകളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനലെ പതുക്കെ മുട്ട് കേട്ടത്. പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആകാശം വന്ന് നിൽക്കുന്നത്. മീനാക്ഷി ജനല തുറന്നു കൊടുത്തു. ജനല തുറന്നപ്പോൾ മീനാക്ഷിയുടെ ഇതേ കുഴപ്പമില്ല, സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവും, ആരിനൊന്നും വന്നോട്ടെ, അതോടുകൂടി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറും, പിന്നീട് നമുക്ക് ഒന്നായിട്ട് കഴിയാന്ന് പറയണേ. മീനാക്ഷി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം, എന്നാലും എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്, എനിക്ക് നിന്റെ അടുത്ത് വന്ന് ഇരിക്കാൻ തോന്നുന്നു എന്ന് പറയാം. നീ ഇറങ്ങി വരാമെന്ന് ചോദിക്കണേ. വേണ്ട വേണ്ട, ഇനിയിപ്പോൾ ഇറങ്ങി വന്നിട്ട് ഇനിയിപ്പോൾ അച്ഛനും അമ്മയും കണ്ട അത് വലിയ പ്രശ്നമോ, വേണ്ട ആകാശേട്ടാ, ആകാശേട്ടൻ പോയി കിടന്നുറങ്ങിക്കോ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയണേ. എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ആകാശേട്ടൻ പോയി കിടന്നു, എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ഫോണിലേക്ക് വിളിച്ചേക്കാന്ന് പറയാണ്. അങ്ങനെ മീനാക്ഷി വന്ന് കിടക്കുവാണ്. ഈ സമയത്ത് ആകാശം മുറിയിലേക്ക് പോയിട്ട് ആകാശനൊരു സമാധാനക്കേടായിരുന്നു. മീനാക്ഷി ഉറങ്ങിയോ അതോ ഇനിയിപ്പോൾ അവൾക്ക് ടെൻഷനാണ്, അങ്ങനെ 100 ടെൻഷനായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പം മീനാക്ഷി അതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കറിയത്തോട്ട് വരുവാണ്. അങ്ങനെ ആകാശാണ് നേരം വെളുക്കാറായപ്പോഴും ഒന്ന് കിടന്ന് ഉറങ്ങിയത് തന്നെ. അങ്ങനെ ആകാശ് രാവിലെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ മീനാക്ഷി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനാക്ഷി അടുത്തേക്ക് ആകാശ് വരുവാണ്. ആകാശ് വന്നപ്പോൾ കാണുന്ന കാഴ്ച, മീനാക്ഷി കുളിച്ച് കുറിയൊക്കെ തൊട്ട് നിൽക്കുന്നതാണ്. കുറേ സമയം മീനാക്ഷിനെ തന്നെ നോക്കി നിൽക്കുവാണ്. മീനാക്ഷിയും ശ്രദ്ധിച്ചു, കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസമാണ് പ്രേമിച്ച് കെട്ടിയതാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം അവരുടെ ഉള്ളിലുണ്ട്. കാണാനും സംസാരിക്കാനും അടുത്തിരിക്കാനും രണ്ടുപേർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇങ്ങനെ ആകാശ് ഇങ്ങനെ മീനാക്ഷിയെ തന്നെ നോക്കിയിട്ട് മീനാക്ഷി എന്താ ഇങ്ങനെ നോക്കണേ, എന്താ ആകാശേട്ടാന്ന് ചോദിക്കണേ. ഒന്നുമില്ല എന്ന് പറയണം. ഒന്നുമില്ലേന്ന് ചോദിക്കണം. ഒന്നുമില്ലാന്ന് പറഞ്ഞ് തീരുമല്ല. മീനാക്ഷി എന്ത് ചെയ്യണം, ആകാശിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. ഒരു നിമിഷം ആകാശ് ഒന്ന് അന്തം വിട്ടുപോയി. ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. പിന്നീട് ആകാശം ഒന്നും അറിയത്തില്ല, നമ്മുടെ ആകാശം അങ്ങോട്ട് പോവാണ്. നേരെ മീനാക്ഷി ഇരുന്ന് അടുക്കളയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഗോമതി ഉണ്ടായിരുന്നു. ഗോമതി രാവിലെ ചായ വെച്ചോണ്ടിരിക്കുകയാണ്. മീനാക്ഷി ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ഗോമതിയുടെ അടുത്ത് നിന്നു. പക്ഷെ ആദ്യമൊന്നും ഗോമതി മൈൻഡ് ചെയ്യാൻ നിന്നു. പിന്നീട് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു. കാരണം ആകാശിന് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പെൺകുട്ടീനെ കിട്ടത്തില്ല. ആലോചിച്ച് എന്നിട്ടുണ്ടെങ്കിൽ നല്ല ജോലിക്കാരി പെൺകുട്ടിയാണ്, കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ബന്ധമാണ്, അവളെ നീ അംഗീകരിക്കണമെന്ന് പറഞ്ഞത്. പിന്നീട് ഗോമതിക്ക് എത്ര സമയം മീനാക്ഷിയുള്ള ദേഷ്യം കടിച്ചു പിടിച്ച് വെക്കാൻ കഴിയും. കാരണം മീനാക്ഷി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. അവളുടെ ഉള്ളിൽ ആരോടും ദേഷ്യങ്ങളൊന്നുമില്ല. അങ്ങനെ അവസാനം മീനാക്ഷിയുടെ മുന്നിൽ ഗോമതി തൻ്റെ മനസ്സ് ഓർക്കുവാണ്. ആരിനെക്കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് മോളെ, ഒന്നും വിചാരിക്കില്ല, ബാലേട്ടൻ്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ, പതുക്കെ തണുത്തോളും, ബാലേട്ടൻ ആള് പാവാ, ഇങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല, നീ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് മീനാക്ഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് ബാലിന് ഗോമതി കൊണ്ട് ചായ കൊടുക്കുകയാണ്. അങ്ങനെ ചായ കുടിച്ച് ബാലിനിരിക്കുന്ന സമയത്താണ് മീനാക്ഷി അങ്ങോട്ട് ചെല്ലുന്നത്. മീനാക്ഷി ബാലിനെ കണ്ടതും ഗുഡ് മോർണിംഗ് അച്ചാന്ന് പറയണം. പക്ഷെ ബാലൻ മൈൻഡ് പോലും ചെയ്തില്ല. കാരണം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മീനാക്ഷിയും അതോടൊപ്പം തന്നെ ഇനി അവന് ആകാശം തന്നെ ശത്രുവാ, ആരിനും എല്ലാം ശത്രുക്കളാ. അപ്പോൾ ആ ശത്രുക്കളോട് മിണ്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബാലൻ നമ്മൾ മുഖം തിരിച്ചു പോവാണ്. പക്ഷെ മീനാക്ഷി അതൊന്നും ഗവനിച്ചില്ല കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞു, കുഴപ്പമില്ല, അച്ഛൻ തിരിച്ചു പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു മീനാക്ഷി. അങ്ങനെ പിന്നീട് രാവിലെ ജോലിക്ക് പോകണല്ലോ. അപ്പം ഇന്ന് ഒരു ദിവസം ലീവ് എടുക്കാൻ തന്നെ മീനാക്ഷി തീരുമാനിച്ചു. പെട്ടെന്ന് അങ്ങനെ ചെല്ലുന്നത് ശരി. ഇപ്പം ഓഫീസിലെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും നല്ല വിവാഹം കഴിഞ്ഞ കാര്യം. ഈ സമയം ആകാശ് വന്നപ്പോൾ ആകാശിനോട് എനിക്ക് ഒരു സ്ഥലം വരെ പോകണ്ടെന്ന് പറയണം. അല്ല എങ്ങോട്ടാണ് മീനാക്ഷി പോകുന്നത്? അതൊക്കെ ഉണ്ടെന്ന് പറയണം. എൻ്റെ കൂടെ ഒന്ന് വരുമോയെന്ന് ചോദിക്കണം. അതിനെന്താ, വരാലോ എന്ന് പറയണം. അങ്ങനെ ആകാശം മീനാക്ഷിയും കൂടെ പോവാണ്. നേരെ പോയത് ആരിനെ കാണാനായിട്ടായിരുന്നു. ആകാശം മീനാക്ഷിയും കൂടെ പോയത്. അങ്ങനെ ചെന്ന് ഇപ്പോൾ ആരിന് എഴുന്നേറ്റിട്ടും കൂടി ഉണ്ടായിരുന്നില്ല, രാമേട്ടനുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് രാമേട്ടനോട് വിശേഷങ്ങൾ ചോദിച്ചു. ഇന്നലെ ഫുഡ് കഴിച്ചോ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, അവനൊരു കുഴപ്പമില്ല, അവൻ സുഖമായിട്ട് ഇവിടെ ഇരിക്കാന്ന് പറയണം. പിന്നീട് മീനാക്ഷി അവിടുത്തെ അടുക്കളയിൽ കയറിയിട്ട് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി ആരിനെ വിളിക്കുക. ആരിനെ എഴുന്നേറ്റ് വന്നപ്പോൾ മീനാക്ഷിനെ കണ്ടത്. മീനാക്ഷി അടുത്ത് എപ്പോൾ വന്നെന്ന് ചോദിക്കണം. കുറച്ച് സമയമായെന്ന് പറയണം. എന്താ അവിടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ട്, സോൾവ് ആയെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ പറയണം. അതെ ആരിനെ അങ്ങോട്ട് വാ, അച്ഛനോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിനെ ആ വീട്ടിൽ കയറ്റുമെന്ന് പറയണം. ആരും പറഞ്ഞ് വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, മീനാക്ഷി അടുത്ത് പൊക്കോ, ഇനിയിപ്പോൾ ഇവിടെ വന്ന് എന്നോട് മിണ്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മീനാക്ഷി അടുത്തിന് വീട്ടിൽ നിന്നും കൂടെ ഇറക്കി വിടുമെന്ന് പറയാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങോട്ടാ വന്നേന്നുള്ള കാര്യം അച്ഛനറിയില്ല എന്ന് പറയാണ്. എന്നാലും സാരമില്ല, കുഴപ്പമില്ല. പക്ഷേ ആരിന് സന്തോഷമായി. തന്നെ മനസ്സിലാക്കുന്ന, തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു മരുമോളെ തന്നെയാണല്ലോ ദേവമംഗലത്തിലേക്ക് കിട്ടിയെന്ന് ഓർത്തോണ്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്.
ഇനിയിപ്പം ബാലന്റെ മനസ്സ് മാറുമോ, ആരിനെ തിരിച്ചു വിളിക്കുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന് ഫുൾ വിശേഷം വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.